കഴിഞ്ഞ രണ്ട് സെക്ഷനായിട്ട് കണ്ടത്. ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ സെൻറ്റ് മാത്യുവിനൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ കേൾക്കുകയായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ക്ലാസ് 2-ൽ ഇൻട്രൊഡ്യൂസിങ് മഷിഹ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ നോക്കിയത്. അതിന് ആദ്യത്തെ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ 4-11 വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത്. നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മഷിഹായുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ കുറിച്ചുള്ളതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, ഇതിനൊരു ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചർ സെൻറ്റ് മാത്യുവിൻ്റെ ഗോസ്പലിൽ കാണാവുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം ക്രിസ്തു ജനിക്കുന്നത് ബേദലഹീമിൽ നിന്നുള്ളത് ജൂദയ പ്രദേശത്ത് സദേൺ പാർട്ടിലാണ്. പക്ഷെ അവിടെ നിന്നാണ് അവന് ഓടിപ്പോകേണ്ടി വരുന്നത് ശിശുവായിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളുമായിട്ട് ഈജിപ്തിലേക്ക്. അവിടെ നിന്ന് തിരികെ ബേദലഹീമിലേക്ക് തന്നെ വരാതെ അവൻ പോകുന്നത് നോർത്തേൺ പ്രദേശമായ ഗാലിലിയിലാണെന്ന് ഉള്ളത് നമ്മൾ കഴിഞ്ഞ സെക്ഷൻ 4-11 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടം വരെയുള്ള ഭാഗങ്ങളിൽ അവൻ്റെ മിഷൻ ബിഗിനിങ് ആയിട്ട് അവൻ മഷിഹ ആണെന്ന് സെൻറ്റ് മാത്യു നമ്മളോട് പറയാൻ ശ്രമിക്കുക. അവൻ തന്നെയാണ് ദൈവപുത്രൻ എന്നുള്ളത്. അതിൻ്റെ ഒരു മൂന്നാം ചാപ്റ്ററിൽ നമ്മൾ അവൻ്റെ മാമോദീസ, അത് ജോർദാൻ പ്രദേശത്താണ്. അതും ഏകദേശം നോർത്തേൺ ഭാഗത്ത് ഗലീലിയോട് അടുക്കും തോറും ഉള്ളൊരു നോർത്തേൺ പ്രദേശമാണ്. അവിടെ തന്നെയാണ് വീണ്ടും മാമോദീസ കഴിഞ്ഞതിന് ശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ്. ബിഗിനിങ്ങിൽ കാണുന്ന ഒന്നാമത്തെ ഭാഗത്തിൽ കാണുന്നതാണ് അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി. അപ്പം അവൻ്റെ ശക്തി അല്ലെങ്കിൽ അവൻ ദൈവപുത്രനാണെന്നുള്ള ഒരു തെളിവ് കൊണ്ടുവരാനും കൂടെയാണ് 4-11 വരെയുള്ള ഭാഗങ്ങൾ നോക്കിയിരിക്കുന്നത്, 1-ാം അധ്യായം മുതൽ. നമ്മൾ ഇന്ന് 4-12 മുതലുള്ള വാക്യങ്ങൾ നോക്കുകയാണ്. അതിനകത്ത് നമുക്ക് ഇപ്പം കർത്താവിൻ്റെ ജിയോഗ്രാഫിക്കലി മാത്യു പറയുകയാണ് ഇത് ഗാലിലിയയുടെ പ്രദേശങ്ങളിലാണുള്ളത്. നസറയൻ എന്ന് വിളിക്കപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതും ഗാലിലിയുടെ ഭാഗത്താണ്. ആ ഗാലിലിയുടെ പ്രദേശത്ത് മിഷൻ നടക്കുന്ന കർത്താവിൻ്റെ എന്തുകൊണ്ട് അവിടെ മിഷൻ നടത്തുന്നു എന്നുള്ളത് എപ്പോഴും സെൻറ്റ് മാത്യുവിന് ഒരു പ്രൂഫ് കൊണ്ടുവരാൻ ഇഷ്ടമാണ്. നമുക്കറിയാം ക്രിസ്തു എന്തുകൊണ്ട് ബേത്ലഹേമിൽ ജനിച്ചു എന്നുള്ള 2-5 മുതൽ 6 ഭാഗത്ത് നമ്മൾ ഏശയ്യായുടെ പ്രവചനം കണ്ടതാണ്. വീണ്ടും അതേ കാര്യം തന്നെ ഈ 4-12 നമ്മൾ 11 വരെ നോക്കി, 12 മുതൽ 16 വരെ ഉള്ളതിൽ 15-16 വാക്യത്തിൽ കാണും സെബൂലൂൻ നഫ്താലിയുടെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഗാലലി ഓഫ് ജെൻറ്റൈൽസ് എന്നുള്ള ഭാഗം. അത് പ്രോഫസി ഓൾറെഡി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്യുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പഴയ നിയമത്തിൽ പറഞ്ഞ ആൾ തന്നെയാണ് കൃത്യമായി മഷിഹ എന്നുള്ളതും അവൻ്റെ മിഷൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഓൾറെഡി പറയപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത്. ഇവിടെ നമ്മൾ കാണുന്നത് ഏകദേശം 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ ഈ ഗാലിലിയിലാണ് കർത്താവിൻ്റെ മിഷൻ. അപ്പം 4-11 കഴിഞ്ഞപ്പോൾ ഗാലിലിയിൽ അവൻ ഉണ്ട്. 12-ാം അധ്യായം മുതൽ ഗാലിലിയിലാണ് മിഷൻ തുടങ്ങുന്നതെന്ന് പറയുന്നത് മുതൽ 6-ാം അധ്യായം ഏകദേശം പകുതിയോളം ഉള്ള സെൻറ്റ് മാത്യു ഗോസ്പൽ യേശുവിൻ്റെ സ്ഥാനം അപ്പം ഗാലിലിയിലാണ്. പക്ഷെ അതിനൊരു ടൈം പീരീഡ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റിൻ്റെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആണ് 3 വർഷം അവൻ്റെ മിഷൻ പ്രവർത്തനം ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത്രയും ക്ലിയർ ഒന്നുമല്ല ഗാലിലിയിൽ എത്ര വർഷക്കാലം എത്ര നാൾ കർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അത്ര നമുക്ക് വ്യക്തമായിട്ട് ഈ 6-12 വരെ 20 വരെയുള്ള ഭാഗങ്ങൾ നോക്കിയാൽ കാണുകയില്ല. എന്നാൽ പോലും നമുക്ക് ഏകദേശം സെൻറ്റ് മാത്യു 28 ചാപ്റ്റർ ഉള്ളതിൽ 16-20 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇനി കർത്താവിൻ്റെ മിഷൻ കാണുന്നതെല്ലാം ഗാലിലിയുടെ പ്രദേശങ്ങളിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു പ്രോഫസി നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോഫറ്റ് ഓൾറെഡി പറഞ്ഞതാണ് ഇവൻ മശിഹ ആണെന്നും അവൻ മിഷൻ നടത്തുന്നതിനെല്ലാം പ്രോഫറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും 4-12 മുതൽ 17-ാമത്തെ വാക്യം വരെ ഉള്ളതിനകത്ത് കാണുന്ന ഗാലിലിയിൽ കർത്താവ് എന്തുകൊണ്ട് മിഷൻ നടത്തുന്നു.
കാരണം ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നുള്ളത് യേശയ്യാൻ്റെ ഒരു പ്രവചനം ഗാലീലിയെക്കുറിച്ച് പറയുന്നത് നമ്മൾ ഈ ഭാഗത്തെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9:1 മുതൽ 2 വരെ ഭാഗങ്ങളാണ് ആ റെഫറൻസ്. നമ്മൾ ഈ 4-ാം അധ്യായം 12 മുതൽ 17 കാണുന്ന ഭാഗങ്ങൾ നമ്മൾ നേരത്തെ ഒരു വട്ടം കൂടെ കണ്ടതാണ്. അവൻ്റെ 12 മുതൽ 17 ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇതിനകത്ത് അവന് പ്രത്യേകിച്ച് പറയാനുള്ള ഒരാശയമായിരുന്നു, ഫ്രം ദാറ്റ് ടൈം ജീസസ് ബിഗൻ ടു പ്രൊക്ലൈം റിപ്പൻ ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഹാസ് കം നിയർ. ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മനസ്സാന്തരപ്പെടും. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആശയമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് കർത്താവ് നമ്മളെ ഗാലിലിയുടെ പ്രദേശത്തിൽ മിഷൻ നടത്തുമ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആശയം അത് തന്നെയാണ്. ഈ പറഞ്ഞ 5-ാം അധ്യായം മുതലാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ അവൻ്റെ മിഷൻ ആയിട്ടുള്ള മെസ്സേജുകൾ പോകുന്നതെങ്കിൽ പോലും 4:17 ആ ഭാഗം നമുക്ക് വ്യക്തമായിട്ട് കാണും. നമ്മൾ 2 കാര്യങ്ങളും കൂടെ 5-ാം അധ്യായം തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ ആശയങ്ങൾ, സന്ദേശങ്ങൾ പറയുന്നത് ആരംഭിക്കുകയാണെങ്കിലും 2 കാര്യങ്ങൾ കർത്താവിന് പ്രത്യേകം പറയാനുണ്ട്. ഒന്ന്, അവൻ്റെ കമ്മ്യൂണിറ്റി എന്നുള്ളത് ഒരു 5-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു വാക്യം എങ്ങനെയാണ്? When Jesus saw the crowd, he went up the mountain, and after he sat down, his disciple came to him എന്നുള്ളതാണ്. കർത്താവിൻ്റെ 5-ാം അധ്യായം തുടങ്ങുമ്പം ഉണ്ടാവുന്ന ഗിരിപ്രഭാഷണം എന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം ആരംഭിക്കുമ്പോൾ കർത്താവിന് പറയാനുള്ളത്, എൻ്റെ സന്ദേശം കേൾക്കുന്നവരുടെ ഒരു കമ്മ്യൂണിറ്റി യഥാർത്ഥത്തിൽ അവൻ്റെ ശിഷ്യന്മാരുടെ ഒരു വിഭാഗമാണ്. അപ്പം അതുകൊണ്ട് ആ കാറ്റഗറി നമുക്ക് ഈ 4-ാം അധ്യായത്തിൻ്റെ 17 വരെ നമ്മളിപ്പം നോക്കി അവൻ്റെ മിഷൻ എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു 17-ാം വാക്യത്തിൽ. 18 മുതൽ 22 ഭാഗത്തിൽ 2 ഗ്രൂപ്പ് ഡിസൈപ്പിൾസിനെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്ന്, 2 സഹോദരങ്ങളായിട്ടുള്ള പത്രോസും അന്ത്രയോസും. രണ്ടാമത്തെ 2 സഹോദരൻ സെബദിയുടെ മക്കളായ ജെയിംസും ജോണും. അത് രണ്ടും നമ്മൾ ഈ 4-ന്റെ 18 മുതൽ 22 വാക്യം. അപ്പം 17 വരെയുള്ള ഭാഗത്ത് ഗലീലയിലാണ് മിഷൻ എന്നുള്ളത് അവൻ ജിയോഗ്രാഫിക്കലി നമ്മളോട് പറയാൻ ശ്രമിക്കും. ആരാണ് ഈ മിഷൻ അവൻ്റെ സാക്ഷികളായി നിൽക്കുന്നത് എന്നുള്ളത് അവൻ പറയുന്നത് ശിഷ്യന്മാരാണ്. ആ ശിഷ്യന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ 4 പേരെ അപ്പം വിളിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ കാണുന്നത് 9-ാം അധ്യായത്തിലേ ഉള്ളൂ ബാക്കി 10 പേരുടെ ലിസ്റ്റൊക്കെ കാണുകയുള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ എത്രമാത്രം ചെറിയ കാര്യമായിട്ടാണ് മാത്യുവിൻ്റെ സുവിശേഷം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി വരും. കാരണം ഒരു കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഓറലായിട്ടോ അല്ലെങ്കിൽ വാക്രൂപങ്ങളിലായിട്ടായിരിക്കും സന്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷമൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾ അറിഞ്ഞിരുന്നത് എഴുത്തും വായന ഇല്ലാത്തൊരു സമൂഹത്തിൽ പറഞ്ഞു കേട്ടാണ്. അപ്പം അവർക്ക് പറ്റുന്ന രീതിയിൽ, എന്നാൽ അതിനൊരു വളരെ സ്ട്രക്ചേർഡായ ഒരു ഫോം മത്തായിയുടെ സുവിശേഷത്തിൽ കാണാം. എന്നാൽ മാർക്കിൻ്റെ സുവിശേഷം നമ്മൾ നോക്കിയാൽ സമവീക്ഷണം സിനോപ്റ്റിക് ഗോസ്പൽ എന്നുള്ള കാറ്റഗറിയിൽ വരുമെങ്കിൽ പോലും മാർക്ക് വേണമെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ വേണമെങ്കിൽ ഒരു വലിയ കമ്മ്യൂണിറ്റിയോട് പറഞ്ഞു തീർക്കാവുന്ന ഒരു ഐഡിയ ആണുള്ളത്. പക്ഷേ മത്തായിയുടെ സുവിശേഷം വേണമെങ്കിൽ 1-2 3-4 സിറ്റിങ്ങിൽ ഇരുന്ന് പറഞ്ഞു കേൾപ്പിച്ച ഒരാശയം പോലെ ഫീൽ ചെയ്യും. അതിൽ ഒന്നാമത്തെ ഭാഗം വരുന്നത് 5-ാം അധ്യായത്തിൽ ആരംഭിക്കുമ്പോൾ അവൻ പറയുന്നത് അവൻ ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് തുടങ്ങിയത്. ആ കമ്മ്യൂണിറ്റി ഇപ്പം 4 പേരേ ഉള്ളൂ ഡിസൈപ്പിൾ എന്നുള്ളത്. അത് 4-18 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളെ കാണും. ഇനി 4-23 മുതൽ 25 വരെയുള്ള ഭാഗങ്ങൾ ഞാൻ അതും കൂടെ വായിച്ചു കേൾക്കും. ജീസസ് വെൻ ത്രൂ ദ ഗാലിലി. അവൻ ഒരു വലിയ സമൂഹത്തെ സൗഖ്യമാക്കുന്നതായിട്ടും അവൻ്റെ ശക്തി ലോകം മുഴുവൻ, ആ ഗലീല പ്രദേശം മാത്രമല്ല, നമ്മളിപ്പം പറഞ്ഞ നോർത്തേൺ പ്രദേശമാണ് ഗലീല, സതേൺ പ്രദേശത്തും പരന്നതായിട്ടുള്ള ഭാഗമാണ് 4-23-25 ഭാഗങ്ങൾ. അപ്പം നമ്മുടെ മിഷൻ നമ്മൾ ആരംഭിക്കുമ്പോൾ നോക്കിക്കൊണ്ട് ചെറിയൊരു ഡിസൈപ്പിൾ, ഒരു ചെറിയ കമ്മ്യൂണിറ്റി, 2-4 പേരുള്ള ഒരു കമ്മ്യൂണിറ്റിയോട് പറഞ്ഞിട്ട്
അത് പക്ഷേ അത്രയും ചെറുതായിട്ട് പറഞ്ഞൊരു സമൂഹത്തിൽ പക്ഷെ അവൻ്റെ ഖ്യാതി വലിയൊരു സമൂഹത്തിലേക്ക് വളർന്നു. ഈ മിഷൻ നമുക്ക് ഇനി 5 മുതലുള്ള ഭാഗത്ത് കാണാനും പറ്റും. അപ്പം 4-ാം അധ്യായത്തിന് 11 വരെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി. 12-ാം അധ്യായം 12-ാം വാക്യം 4-ന്റെ 12 മുതൽ ഉള്ള ഭാഗങ്ങളിൽ ഗലീലയിലാണ് സുവിശേഷം നടക്കുന്നത്. അത് ദൈവരാജ്യം പ്രസംഗിക്കാനാണ് സുവിശേഷം നടക്കുന്നത്. അപ്പോൾ പറഞ്ഞിരുന്നത് ആരംഭിച്ചത് ചെറിയ കമ്മ്യൂണിറ്റിയോടാണ്, പക്ഷെ അറിയാതെ തന്നെ അത് വളർന്ന് വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തി. ഇത്രയും ആശയങ്ങൾ 4-ാം അധ്യായത്തിൽ 4 ഭാഗങ്ങളായിട്ട് തന്നെ വാക്യങ്ങൾ. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ അയക്കുമ്പോൾ തന്നോളൂ. അപ്പോൾ നമ്മളിപ്പം ആരംഭിച്ചിരിക്കുന്ന ഇത്രയും 4 കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ 5-ാം ഭാഗത്ത് ആരംഭിക്കുകയാണ്. ഈ 4 പേര് അല്ലെങ്കിൽ ചെറിയൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നിടത്ത് ആണ്. അതുകൊണ്ടാണ് 5-ാം അധ്യായം തുടങ്ങുമ്പം വരുന്നവൻ ഉടനെ തന്നെ ഒരു വലിയ കമ്മ്യൂണിറ്റി വിട്ടിട്ട് മലയിലേക്ക് കയറി എന്നുള്ള വാക്ക് വന്നതുകൊണ്ടായിരിക്കാം ഇതിനെ മലയിൽ നിന്നുള്ള സെർമൺ ഓൺ ദ മൗണ്ട് എന്നുള്ള ആശയം വന്നത് തന്നെ യഥാർത്ഥത്തിൽ മലയോര പ്രദേശങ്ങളിൽ അർത്ഥമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഗലീലയുടെ ആ പ്രദേശത്ത് അവൻ വലിയൊരു ഉയർന്ന മലയിലേക്ക് പോയി എന്നുള്ള ഒരു സന്ദേശവും ഒരു പ്രത്യേക മലയെക്കുറിച്ചും അവിടെ പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഡിസൈപ്പിൾസിനോടുള്ള ഒരു മെസ്സേജ് കൊടുക്കുക, ഡിസ്കോഴ്സ് ആയിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. ആ ഡിസേബിൾ എന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞ പോലെ 4 പേരെ വിളിച്ചിട്ടുള്ളൂ. 2 വീതമുള്ള സഹോദരന്മാരെ മാത്രമേ ഉള്ള ഒരു കമ്മ്യൂണിറ്റി. എന്നാൽ പോലും അവരെ ചുറ്റിപ്പറ്റി കുറച്ച് പേരുണ്ടായിരുന്നു എന്നുള്ളൊരു വേഗ് ഐഡിയ നമുക്ക് ലഭിക്കും. ഇതിൻ്റെ എൻഡ് എത്തുമ്പോഴത്തേനും ഒരു വലിയ ക്രൗഡ് കാണുമെന്നുള്ളതും നമുക്ക്. അപ്പം സെർമൺ ഓൺ ദ മൗണ്ട് എന്നുള്ള ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് 7-ാം അധ്യായം 29 വരെയുള്ള ഭാഗങ്ങളിൽ വരും. 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ ഇത് ഫുൾ ചാപ്റ്റേഴ്സിന് നമ്മൾ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് ജനറലി പറയും. നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിസ്കോഴ്സ് ഓൺ ഡിസൈപ്പിൾഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ മറ്റൊരു രീതിയിൽ പറയാം. കാരണം ഇത് മലമുകളിലുള്ള ഒരു സുവിശേഷമായി ചിന്തിക്കുമ്പോൾ ഏതൊരു വലിയ മലയുടെ മുകളിലേക്ക് അവൻ കടന്നുപോയി അങ്ങനല്ല. ഒന്ന് അവൻ വിഡ്രോ ചെയ്തൊരു വലിയ ക്രൗഡിനെ ഒഴിവാക്കിക്കൊണ്ട് ഗലീലയിലോട്ട് മലമ്പ്രദേശമായ ഗലീലയിൽ ഒരിടത്ത് പ്രസംഗിച്ചു എന്നുള്ള ആശയമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ ആശയത്തിൽ ഗുഡ് ന്യൂസ് ഓഫ് ദ കിങ്ഡം എന്നുള്ള സുവിശേഷം അറിയിക്കും. ഗുഡ് ന്യൂസ് സുവിശേഷം എന്നാണല്ലോ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. സ്വർഗരാജ്യത്തേക്കുള്ള സുവിശേഷം അറിയിക്കും എന്നുള്ളൊരു ആശയമാണ്. അത് 7-ാം അധ്യായം വരെ പോകും. അപ്പം മലയിലെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലാണെന്നുള്ളൊരു ഓർമ്മ വരണം. എനിക്ക് തോന്നുന്നു ഡിസ്കോഴ്സുകൾ ഏറ്റവും ലോങ്ങും ഇതായിരിക്കും. സെൻറ്റ് മാർക്കിലും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ മാത്യുവിൽ 5 പ്രാവശ്യം ഡിസ്കോഴ്സുകൾ അവൻ 5 പ്രാവശ്യം സമൂഹത്തോട് സംസാരിച്ച് 5 ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് സംസാരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിൽ 5-ലെ 1-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന 5 മുതൽ 7 വരെയുള്ള ഏറ്റവും ലോങ് ഏരിയ ഉള്ള മലമുകളിലുള്ള സുവിശേഷം. അതിനകത്ത് 5-ന്റെ 1-ഉം 2-ഉം വാക്യം പറയുന്നത് നമ്മൾ കേട്ട പോലെ ഡിസൈപ്പിൾസിനോട് മലമുകളിൽ കയറി പറയുന്നു എന്നുള്ള 1-2 വാക്യം. 3 മുതലുള്ള ആശയത്തിലാണ് നമ്മൾ കാണുന്ന കർത്താവിൻ്റെ സുവിശേഷ ഭാഗങ്ങൾ, സന്ദേശങ്ങൾ കാണുന്നത്. അതിൽ 3 മുതൽ 16 വരെയുള്ള ഈ ഭാഗങ്ങൾ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. 5-ന്റെ 3 മുതൽ 16 ഡിസൈപ്സിനോട് പ്രത്യേകമായി പറയുന്ന ഭാഗങ്ങളുണ്ട്. പിന്നെ അവൻ ന്യായപ്രമാണം നീക്കുവാനല്ല നിവർത്തിപ്പാൻ ആണ് വന്നതെന്നുള്ള 5-ന്റെ 17 മുതൽ 48. അപ്പം അങ്ങനെ 5 തീരും. 6-ാം അധ്യായത്തിൽ നമ്മൾ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 6-ന്റെ 1 മുതൽ 19-ന്റെ 6-ാം അധ്യായത്തിൽ തന്നെ 19-ന്റെ 19 മുതൽ 34 വരെയുള്ള ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ നമ്മൾ ട്രസ്റ്റ് അർപ്പിക്കണം. അപ്പം ഇതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സ്വർഗരാജ്യം നമുക്ക് നേടാനുള്ള ഒരൊറ്റ കണ്ടീഷനെ കർത്താവ് പറയുന്നുള്ളത് നീതിമാനായിരിക്കുക, റൈച്ചസ്നെസ് എന്നുള്ള ഒരു നീതീകരണം എന്നുള്ള ഒരു ആശയം. അത് നമുക്ക് ഈ മുഴുവൻ ആശയങ്ങളിലും പിന്നീട് കാണാൻ പറ്റും. അപ്പം പക്ഷേ നമ്മളിപ്പം പറയാൻ പോകുന്ന 7-ന്റെ അവസാനം വരെയാണ്. 7-ാം അധ്യായത്തിൽ അത്രയും ക്ലിയർ അല്ല. നമ്മൾ നേരത്തെ 5-ന്റെ 3 മുതൽ 16, 17, 48, 1-ന്റെ 6-ാം അധ്യായം 1 മുതൽ 18,
6-ാം അധ്യായം 19-34 വരെ പറയുന്ന അത്രയും ക്ലാരിറ്റിയോടെ ഏം, വ്യക്തമല്ല നമ്മളിപ്പം പറഞ്ഞ പോലെ ആ, നീതിമാനായിരിക്കുക എന്നുള്ളൊരാശയം പറയുന്നതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി ചില സമയത്തൊക്കെ നമുക്ക് വിട്ടുപോകുന്നതും കാണാം 7-ാം അധ്യായം. പക്ഷെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ 7-ാം അധ്യായം അവസാനം വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാം 5-1 മുതൽ 2 വരെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെയാണ്. മലമുകളിലുള്ള സുവിശേഷമാണ് എന്നുള്ള ഒരു ആശയം തരുന്നുണ്ട്. ആ മല എന്നുള്ള ഐഡിയ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു കളയരുത്, ഒരു വലിയ മല, പേരുള്ള ഒരു മലയുടെ മുകളിലല്ല. ഗാലിലയുടെ പ്രദേശത്തിൽ മലമ്പ്രദേശങ്ങൾ ഉള്ള ഏരിയയിൽ സംസാരം നടത്തി എന്നുള്ളത്, അവിടെ തന്നെയാണ് ശിഷ്യന്മാരാണ് പറഞ്ഞതെന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുന്നത് 5-ാം അധ്യായത്തിൽ അവൻ്റെ ഒന്നാമത്തെ ആണ് ഭാഗ്യവാന്മാർ എന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. 5-ാം അധ്യായം 3 മുതൽ 10 വരെ ബിയാറ്റിറ്റ്യൂഡ്സ് നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ള ഭാഗമാണ്. ആത്മാവിൽ ദരിദ്രരായവ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുന്ന ഏകദേശം 8 ബിയാറ്റിറ്റ്യൂഡുകൾ വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അക്കമിട്ട് നിരത്താവുന്നതാണ് 5-3 മുതൽ 10 വരെയുള്ള. അപ്പം ബിയാറ്റിറ്റ്യൂഡ്സ് ചിലപ്പോൾ നമുക്ക് നമ്പർ ചെയ്ത് നോക്കുമ്പോൾ 8 എന്നുള്ളത് 9 കാണും. അപ്പം 8 ആദ്യത്തെ 8 കാണുന്നത് 5-3 മുതൽ 10 വരെ. ഇവിടെ പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ഫോമിലാണ്. ആത്മാവെ ദരിദ്രരായ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ പ്ലൂറൽ ഫോമിൽ തേർഡ് പേഴ്സണിലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ 11-ാം വാക്യം മുതൽ കാണുന്നത് ശിഷ്യന്മാരോട്, നേരത്തെ നമ്മൾ വിളിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റിയോട് പറയുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതൊരു ആദ്യത്തെ 8 വേണമെങ്കിൽ നമുക്ക് ബിയാറ്റിറ്റ്യൂഡായി ഫിക്സ് ചെയ്യാം. പക്ഷെ 9 ഉണ്ടെന്നും ഒരു മൈൻഡിൽ ഓർത്തിരുന്നേരം നമ്മൾ 8 ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ പ്ലൂറൽ നിൽക്കുന്ന ആശയങ്ങൾ എന്ന് വെച്ചാൽ ഒരു ജനറൽ ഐഡിയ ആണ് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് മനപ്പാഠം പഠിക്കാവുന്ന ഒരു സ്ട്രക്ചറിലുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കർത്താവിൻ്റെ മലയിലുള്ള സുവിശേഷം കൃത്യമായിട്ട്, മലയിലുള്ള സുവിശേഷം മാത്രമല്ല മാത്യുവിൻ്റെ പാറ്റേണിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ക്ലാരിറ്റിയോട്. വളരെ ഒരു പാട്ട് പോലെ വേണമെങ്കിൽ നമുക്ക് പഠിച്ചു വെക്കാവുന്ന ഒരു സ്ട്രക്ചറിലാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ വീടുകളിൽ ഇത് വായിക്കുന്നത് ഏറ്റവും നല്ലതെന്ന് ഞാൻ കരുതുന്നു. 3 മുതൽ 10 വരെയുള്ള 5-ാം അധ്യായത്തിൽ നമ്മൾ ഒത്തിരി വട്ടം പള്ളിയിൽ കുർബാനയ്ക്ക് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു ഭാഗമാണ്. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ, അങ്ങനെ ആ ഒരു ചൊല്ല് നിങ്ങൾക്ക് ഓർമ്മ വരുമെന്ന്. അത് 8 ഉള്ളതെന്ന് ഓർത്താൽ മതി. 11 മുതൽ 16 വരെയുള്ള ഭാഗത്ത് 9-ാമത്തെ ഒരു ബിയാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടെങ്കിൽ പോലും അത് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഒരു സ്ട്രക്ചർ വിട്ടിട്ട് എന്നാൽ നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ആദ്യം പറഞ്ഞ ആശയം ജനറലായിട്ട് അവർക്ക് ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ, രണ്ടാമത്തെ ആശയം ആ ജനറലായ മെസ്സേജ് എങ്ങനെ ഒരു എൻ്റെ മുമ്പിലിരിക്കുന്ന കമ്മ്യൂണിറ്റിയോട് പറയുന്നു എന്നുള്ളൊരു ആശയത്തിലേക്ക് വരികയും പിന്നീടുള്ള ഭാഗങ്ങളിലാണ് ഇലാബറേറ്റ് ആയിട്ട് അതിൻ്റെ മറ്റ് സ്ട്രക്ചറുകളും കർത്താവ് പറയുന്ന നീതി ചെയ്യുക, ന്യായമുള്ളവനായിരിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗങ്ങളുള്ളൂ. അപ്പം നമ്മൾ ഈ 8 വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കോർ ഫോമായിട്ട് പറയാൻ സെൻറ്റ് മാത്യുവിൽ നമുക്ക് കൃത്യമായിട്ട് കഴിയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5-ാം അധ്യായം 17 മുതൽ 48 വരെയുള്ള ഭാഗങ്ങൾ ഒറ്റയടിക്ക് കർത്താവ് ൻ്റെ ആശയങ്ങൾ അവൻ ഒരിക്കലും ഇതുവരെ ഉണ്ടായിരുന്ന ന്യായപ്രമാണത്തെ തിരുത്താൻ വന്നവനല്ല, നിവർത്തിക്കാൻ വന്നവനാണെന്നുള്ളൊരാശയം വരുന്ന ഭാഗങ്ങളാണ്. ഫുൾഫില്ലിങ് ദ ലോ അല്ലെങ്കിൽ ലോ നിവർത്തിക്കാൻ വന്നവൻ, അതിനൊരു ജനറൽ പ്രിൻസിപ്പിൾ 17 മുതൽ 20 വരെയുള്ള ഭാഗത്ത് പറയും. അതിന് നിയമങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവനാണെന്ന് പറയുന്ന 6 എക്സാമ്പിൾ. കാരണം നമ്മൾ പഴയ നിയമത്തിൽ കണ്ടിട്ടുണ്ട് 10 കൽപ്പനകൾ. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ തന്നെ പറയുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു പുതിയ ഫോം പറയുകയാണ്. നമ്മൾ കൊല ചെയ്യരുതെന്നുള്ളത് നമ്മൾ വായിച്ചു കിട്ടും. ഇതിൻ്റെ എല്ലാ റെഫറൻസ് ഞാൻ അതിൻ്റെ പാരലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 5-21 മുതൽ 26. അപ്പം നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നോക്കി 2-ാം ഭാഗത്ത് നിയമത്തെ അവൻ നിവർത്തിക്കാൻ വന്നവനാണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പം ആദ്യമേ
8 ഭാഗ്യാവസ്ഥകൾ പറഞ്ഞ് എങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ, അതിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു സ്ട്രക്ചറായി. അല്ലാതെ ഞാൻ ഈ നിയമങ്ങളൊക്കെ തള്ളിക്കളയാൻ വന്ന ആളല്ല, ഇതെല്ലാം പൂർത്തീകരിക്കുക. ആ നിയമങ്ങൾ ഇതുമായി കണക്ട് ചെയ്താണ് അവൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അഡൾട്ടറിയെ കുറിച്ച് പറയുന്നു, നമ്മൾ മർഡർ എന്നുള്ളത്, ഇത് രണ്ടും പഴയ നിയമത്തിൽ 10 കൽപ്പനയുമായി ചേർന്ന് വായിക്കുന്ന ഭാഗങ്ങളാണ്, ആദ്യത്തെ രണ്ട്. പിന്നെ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും സത്യം ചെയ്യരുത് എന്നുള്ള ഭാഗം, ഓത്ത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, യെസ്, ശരി തെറ്റെന്നുള്ള യെസ് ഓർ നോ എന്നുള്ള ഉത്തരം മാത്രമേ നമ്മളിന്ന് വരാതെ, ഒന്നിനെയും വെച്ച് സത്യം ചെയ്യരുതെന്നുള്ളതും ഒക്കെ നമ്മൾ, കാരണം പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള ചിലതിനെയൊക്കെ പൊളിച്ചെഴുതാനും കർത്താവ് ശ്രമിക്കുന്നതിൻ്റെ ഭാഗം നമുക്ക് കാണാം. സ്നേഹത്തെക്കുറിച്ചും പറയുന്നത് ഇത്രയും 6 ഭാഗങ്ങൾ പറയുന്ന റിട്രിബ്യൂഷൻ, നിങ്ങൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്നുള്ളത് കേൾക്കുന്നില്ലയോ, പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നു എന്നുള്ള കർത്താവിൻ്റെ ഭാഗം. അപ്പം ഈ 6 കർത്താവിനെ ഒരു കൽപ്പനകൾ പോലെ പറയാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പഴയ നിയമത്തിലുണ്ടായിരുന്ന നിയമത്തെ പൂർത്തീകരിക്കുകയാണ്. പഴയ നിയമത്തിലെ നിയമങ്ങൾ ഒരിക്കലും തള്ളിക്കളഞ്ഞു എന്ന് ചിന്തിക്കാവുന്ന ഒരു സൊസൈറ്റിയാണ്. കാരണം യഥാർത്ഥത്തിൽ ഇസ്രായേൽ മക്കൾ ഇന്ന് പഴയ ഒരു വലിയ ഒരു സ്ട്രക്ചേർഡായ ഒരു അവസ്ഥയിലല്ല അവർ ജീവിക്കുന്നത്. അവർ ബാബിലോണിലേക്ക് പിടിക്കപ്പെട്ടു എക്സൈലിന് പോയവരാണ്. അവരുടെ സ്ഥലം അവർക്ക് പൂർണ്ണമായി ഇന്ന് പഴയ അവസ്ഥയിൽ, ഒരു ഇസ്രായേൽ മിസ്രയിൽ നിന്ന് കനാൻ ദേശത്തേക്ക് വന്ന അവസ്ഥയിലോ പിന്നീട് രാജാക്കന്മാരായിട്ട് ദാവീദോ ശലോമോനോ വന്ന അവസ്ഥയിലല്ല. അവർ വളരെ അന്നത്തെ കാലത്ത്, ദാവീദിന്റെ ശലോമോന്റെ കാലത്ത്, അവരുടെ രാജ്യത്തിന്റെ നിയമവും മതത്തിന്റെ നിയമവും എല്ലാം ഒന്നായിരിക്കുന്ന ഒരിടത്ത് നിന്ന് അവർക്ക് എന്തും ചെയ്യാം, ആണെങ്കിൽ കണ്ണ് പറിച്ചു കളയാം, എന്തും ചെയ്യാം. പക്ഷെ കർത്താവ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടൊരു സ്വർഗരാജ്യം സ്ഥാപിക്കാൻ വന്നവന്റെ പുതിയ നിയമങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറയുകയാണ്, നിങ്ങൾക്ക് ഒന്നിനെയും അങ്ങനെ ഫിസിക്കലി കാണാൻ പറ്റില്ല, എല്ലാം ഹൃദയം കൊണ്ടാണ് നിയമം നിശ്ചയിക്കപ്പെടേണ്ടത്. അപ്പം നമുക്ക് എന്ത് കൃത്യമായിട്ടാണ് ഒരു വലിയ സമൂഹത്തിന്, ഒരു രാജാവായിരുന്ന ദാവീദ് ഒരു രാജ്യം പോലെ കൊണ്ടു നടന്നത്, അവൻ അവിടെ സ്വർഗരാജ്യത്തിൻ്റെ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയാണ്. അതിന് പഴയ നിയമങ്ങളെ മാറ്റുന്നവനല്ല, അതിനെ കൃത്യമായി നിവർത്തിക്കുന്നവൻ്റെ രൂപമാണ്. അപ്പം പഴയ നിയമത്തിൽ പറഞ്ഞവൻ തന്നെയാണ്, പക്ഷെ ഇവന് സ്ഥാപിക്കാനുള്ളത് ഫിസിക്കലായിട്ട് നമ്മൾ കാണുന്ന ഒരു വലിയ ഭൗതികമായ ഒരു രാജ്യമല്ല, സ്വർഗീയമായ ഒരു രാജ്യമാണ്. ഇപ്പം ഇത്രയും ആശയങ്ങൾ മാറ്റി കൃത്യമായിട്ട് ഈ 5-ാം അധ്യായത്തിൻ്റെ മുഴുവൻ, നമ്മൾ 7 വരെയുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ 5-ാം അധ്യായത്തിന് മുഴുവനായിട്ട് പറയാൻ ശ്രമിക്കുന്നു. ഇവിടെ നമ്മൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന വാക്യമാണ്, നമ്മൾ ആരെ പോലെ പൂർണ്ണരായിത്തീരണം, ആരെ പോലെ പെർഫെക്റ്റ് ആയിത്തീരണം. സോ യു ആർ ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ് എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ബൈസന്റൻ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ദൈവീകരണം, അല്ലെങ്കിൽ തെയോസിസ്, ഡെയിഫിക്കേഷൻ എന്നുള്ള ആശയം, ബിക്കമിങ് ഗോഡ് എന്നുള്ള, ദൈവമായി തീരുക എന്നൊരു ആശയത്തിൻ്റെ ഒരു ബിഗിനിങ് ഫോം പോലും മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരെ പോലെ ആവണം എന്നുള്ള എക്സാമ്പിൾ, അവൻ യേശുവിനെ പോലെയാണ്. അവൻ ആരാന്ന് ചോദിച്ചാൽ ദൈവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ പോലെയാകണം, കാരണം അവൻ നമ്മുടെ പിതാവാണ്. അപ്പോൾ അത്രയും കൃത്യമായിട്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ്റെ ആശയങ്ങൾ, സുവിശേഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളോട് പറയാനുള്ള ആശയങ്ങൾ കൃത്യമായിട്ട് ഒരു ഓറൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയോട് പറയുന്ന സെൻസോടെ നമുക്ക് മനസ്സിലാവുമ്പോൾ അവൻ പറയുന്നതിൻ്റെ ആശയവും അത് ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ബ്യൂട്ടി നമുക്കും ആ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് മനസ്സിലാവുകയുള്ളൂ. അതാണ് 5-ാം അധ്യായം വളരെ കൃത്യമായി പറയുന്നത്. 6-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അപ്പം ഇപ്പം ഒരു ഫിസിക്കലായിട്ടുണ്ടായിരുന്ന ഒരു സമൂഹത്തിലുണ്ടായിരുന്ന മോറലായിട്ടുള്ള ലോ എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് കർത്താവ് പറയുകയാണ്. എന്നാൽ അതിന് ആ കമ്മ്യൂണിറ്റി തന്നെ ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒരു 3 ഡ്യൂട്ടീസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യം 6-ാം അധ്യായത്തിൽ കാണും.
നമ്മൾ ആംസ് ഗിവിങ്, ചാരിറ്റി എന്ന് നമ്മൾ പറയുന്ന ഭാഗം. രണ്ടാമത്തത് പ്രാർത്ഥന. മൂന്ന് ഫാസ്റ്റിംഗ്. ഇത് മൂന്നും ഒരു സ്പിരിച്വൽ വേൾഡിന് ആവശ്യമുള്ള, ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒന്നാണെന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുവരുന്ന സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് വേണമെങ്കിൽ നമ്മൾ അപ്പം അതും ദൈവരാജ്യ സങ്കല്പത്തിൻ്റെ മറ്റൊരു തലമാണ്. നമ്മൾ ഒരേ സൈഡിൽ മോറലായിട്ടുള്ള സൈഡിന് നമ്മൾ ഒരു ഇന്നർ മീനിങ് കണ്ടെത്തുന്നതിൻ്റെ കൂടെ തന്നെ സ്പിരിച്വൽ മീനിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മൂന്ന് കാര്യങ്ങൾ വേണമെന്നാണ് നമ്മൾ ചാരിറ്റി, ആംസ് ഗിവിങ്, നമ്മൾ ദാനധർമ്മം നടത്താൻ പ്രാപ്തരായിരിക്കണം, പ്രാർത്ഥന ഉള്ളവരായിരിക്കണം. അത് കൂടാതെ തന്നെ ഡിസിപ്ലിനായിട്ട് ഫാസ്റ്റിംഗ് വേണം. നമ്മൾ പിന്നീട് ഇതൊരു വേണമെങ്കിൽ ജൂയിഷ് ട്രഡീഷനും ഉണ്ടായിരുന്നു എന്ന് കരുതാവുന്ന ഒരു ഫിക്സഡ് ഫോം ആയിരിക്കും. നമ്മൾ പഴയ നിയമത്തിലൊന്നും അത്രയും കൃത്യമായിട്ട് കാണുന്നില്ല ഇപ്പോൾ. പക്ഷേ പിന്നീട് അതിൽ നിന്ന് നമ്മൾ ഈ മുസ്ലിം ട്രഡീഷനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് 5 പില്ലേഴ്സ് എന്നൊക്കെ ഉണ്ടായത് ഇതിൽ നിന്ന്, ഇതും ഈ ഒരു പഴയ നിയമത്തിൽ ഇത് അല്ലെങ്കിൽ ഒരു ജനറൽ സ്പിരിച്വൽ കണ്ടീഷനിൽ ഈ മൂന്നെണ്ണത്തിൻ്റെ കൂടെ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്തതാണ് മുസ്ലിം. അപ്പം നമുക്ക് ജനറൽ ആയിട്ടൊരു റിലീജിയസ് സർക്കിളിൽ ഉണ്ടായിരുന്ന ഒന്നായിരിക്കും ഈ മൂന്ന് വെർച്യൂസ് എന്നോ ഡ്യൂട്ടീസ് എന്ന് വേണമെങ്കിൽ കരുതാവുന്നത്, റിലീജിയസ് ഡ്യൂട്ടികളായിട്ട്. അപ്പോൾ അതും 6-ാം അധ്യായത്തിൽ, അപ്പോൾ നമ്മൾ 5-ാം അധ്യായം പറഞ്ഞ ഒരു ഭാഗം മോറൽ സൈഡ് ആണെങ്കിൽ റിലീജിയസ് സൈഡിൽ ഈ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക്. ആംസ് ഗിവിങ് ഓർ ചാരിറ്റി, പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. അതിൽ 6-ന്റെ നമ്മളെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക, എങ്ങനെയാണ് ആംസ് ഗിവിങ് നടത്തുക, എങ്ങനെയാണ് ഫാസ്റ്റിംഗ് ചെയ്യുക, അത് സീക്രട്ടായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആശയം കൂടെ സെൻറ്റ് മാത്യു കൊണ്ടുവരുന്നത്. കാരണം ആ സമയത്ത് സ്പിരിച്വൽ ആണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത് കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഉണ്ടായിരിക്കാം. പക്ഷെ അത് നമുക്കൊരു മെസ്സേജ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ കരുതുന്നത്. അത് നമ്മൾ പലവട്ടം നമ്മൾ കേട്ടിട്ടുള്ള ഭാഗങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിലായിരിക്കുക എന്നുള്ളത് അതിനകത്ത് നമ്മൾ കാണുന്ന ഒരു ആശയമാണ്. ചാരിറ്റി ചെയ്യുമ്പോൾ ഇടത് ചെയ്യുന്നത് വലതറിയരുതെന്നുള്ളതുകൊണ്ട് നമ്മൾ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ക്ഷീണം മുഖമുള്ളവരായിരിക്കാതെ തലയിൽ എണ്ണ തേച്ചെന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുന്നതാണ്. അപ്പം ഇത് മൂന്നും ഈ മൂന്ന് റിലീജിയസ് ഡ്യൂട്ടീസ് പറയുമ്പോൾ പോലും അതിനും കൊടുക്കുന്നുണ്ട് കർത്താവൻ അതിൻ്റേതായ വാല്യൂ. എങ്ങനെ അതിനെ കൃത്യമായിട്ടൊരു റിലീജിയസ് മാൻ എന്ന രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോറൽ സൈഡിൽ ഉള്ളതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള വെർച്യൂസിനും കർത്താവിൻ്റെതായ റിലീജിയസ് ആയ ഡ്യൂട്ടീസിനും കർത്താവിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ്, അതിൻ്റേതായ വ്യാഖ്യാനവും സ്ട്രക്ചറുമുണ്ട്. അപ്പം ഇത് രണ്ടിനും ഇൻറ്റേർണൽ മീനിങ് ആണുള്ളത്. കാരണം നമുക്ക് സ്വർഗരാജ്യത്തിലാണ് നമുക്ക് സ്ഥാനമുള്ളത്. അത് ഈ ലോകത്ത് സ്ഥാപിക്കാനാണ് അവൻ വന്നതെന്നുള്ളത് ആണല്ലോ മെസ്സിയാനിക് കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇത്രയും ഭാഗത്തിൽ നമ്മൾ ഇതെല്ലാം സീക്രട്ടായിട്ട് പാലിക്കുമ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവുക? കാരണം അന്നത്തെ കാലത്ത് ചിന്തിച്ചിരുന്ന 10 പേരെ അറിയുമ്പോൾ 10 പേര് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ 10 പേര് ഞാൻ പാവങ്ങളെ സഹായിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ആണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്ന് കരുതുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നിരിക്കും. അവിടെ നിന്നാണ് കർത്താവ് പറയുന്നത് അതങ്ങനെ വേണ്ട. കാരണം നിങ്ങൾക്ക് നിക്ഷേപമുള്ളത് സ്വർഗത്തിലാണ്. എത്ര കൃത്യമായിട്ടാണ് അതിൻ്റെ പാറ്റേൺ പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം മോറൽ ഡ്യൂട്ടി പറഞ്ഞു, അതിനൊരു അത് നീക്കാനല്ല നിവർത്തിക്കാൻ വന്നു എന്ന് പറഞ്ഞു. സ്പിരിച്വൽ ഡ്യൂട്ടീസ് പറഞ്ഞു, അതിന് കാരണം നിങ്ങൾക്ക് നിക്ഷേപമുള്ളത് ഈ ലോകത്തല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയലായിട്ടുള്ള ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. കാരണം നിങ്ങളെ അവർ പിടിച്ചുകൊണ്ട് പോവുകയും കൊല്ലുകയും ചെയ്യുമെന്നൊക്കെ നമ്മൾ അത് കഴിഞ്ഞുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. അപ്പം നിങ്ങൾക്ക് നിക്ഷേപമുള്ളത് സ്വർഗത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ശക്തി തെളിയിക്കൽ ഈ ലോകത്ത് ആവശ്യമില്ല. ആളുകളുടെ സ്ട്രെങ്ത് നമുക്ക് ആവശ്യമില്ല. ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിലല്ല ആവശ്യം. കുറച്ചും കൂടെ
കാരണം നമ്മുടെ ആവശ്യം ദൈവികമായി നമ്മൾ സ്വർഗത്തിൽ ആ, നമ്മുടെ നിക്ഷേപം കരുതിയിരിക്കുന്നു എന്നുള്ള ധൈര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ, ചിന്തകളും വിചാരങ്ങളും എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ കൺക്ലൂഡിങ് സെക്ഷൻ നമ്മൾ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. 25 മുതൽ 34, പ്രത്യേകിച്ച് 34 നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പരിഭവം വേണ്ട എന്ന് പറഞ്ഞ് കർത്താവ് അവസാനിപ്പിക്കുന്ന ഭാഗം. ഈ 6-ാം അധ്യായത്തിൽ ചില ഭാഗങ്ങൾ നമുക്ക് കണ്ടിന്യൂറ്റി കാണാത്ത ചില ഭാഗങ്ങളും കാണാം. എന്നാൽ നമുക്ക് ജനറൽ ഈ ഒരു ഐഡിയയിലേക്ക് നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും പരിഭവപ്പെടേണ്ട, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപമുള്ളത് സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് നിങ്ങൾ വിശ്വസ്തരായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 അധ്യായങ്ങൾ. അപ്പോൾ നമ്മൾ ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ മലമുകളിലുള്ള സുവിശേഷം കർത്താവ് നടത്തുമ്പോൾ ഈ 2 ഭാഗങ്ങൾ നമുക്ക് കാണും. ഇനി അതിൻ്റെ 3-ാം ഭാഗത്തിൽ നമ്മൾ നേരത്തെ കണ്ട അതിൻ്റെ ഒരു കുറച്ചും കൂടെ വലിയൊരു സ്ട്രക്ചറിലുള്ള കർത്താവ് കുറച്ചും കൂടെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ നമ്മളെ അവെയർ ഉള്ളവരാക്കാൻ ശ്രമിക്കുന്ന ഭാഗങ്ങളൂടെ കാണാം 7-ാം അധ്യായം. 7-ാം അധ്യായമാണ് ഇതിൻ്റെ ഗിരിപ്രഭാഷണം തീരുന്ന അധ്യായം. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുത്. കാരണം കർത്താവ് നമ്മൾ 6-ാം അധ്യായത്തിൽ പ്രയറിനകത്ത് കാണുന്ന ഒന്ന് ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി. 6-ാം അധ്യായം 9 മുതൽ 13 ലോർഡ്സ് പ്രയർ കാണുന്നത്. സോഴ്സനായ നമ്മുടെ പിതാവ്, ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ ട്രഡീഷണലും പിന്നീട് സോഴ്സനായ പിതാവ് ഉപയോഗിക്കുന്ന പാറ്റേൺ സെൻറ്റ് മാത്യുവിൻ്റെ സുവിശേഷത്തിലുള്ളതാണ്. അപ്പോൾ അത് 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള ഭാഗത്താണ്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് കടക്കാരോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ എന്നുള്ളതാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യരുത്, ആരെയും വിധിക്കരുത്. കാരണം നിങ്ങളുടെ സോഴ്സനായ പിതാവ് നിങ്ങളെ വിധിക്കാൻ പാടില്ലല്ലോ. അപ്പം ഈ ഒരു ഒരേ സമയത്ത് തന്നെ ദൈവവുമായിട്ടുള്ള കണക്ഷൻ പറയുമ്പോൾ തന്നെ നമുക്ക് സഹജീവികളോടും അതേ മാതൃക നമുക്ക് പുലർത്താൻ ബാധ്യതയുണ്ട്. നമ്മൾ ഒരേ സമയത്ത് ദൈവത്തിൽ നിന്ന് ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ലോകത്തിന് ദൈവത്തിൻ്റെ സമരൂപമായിട്ട് കൊടുക്കാനും തയ്യാറാവണം. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, ആരെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന 7-ന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം. പിന്നെ അതിനകത്ത് വീണ്ടും പ്രേയറിൻ്റെ മറ്റൊരു സ്ട്രക്ചർ കാണുന്നത് യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ എന്നുള്ള ഭാഗം. നമുക്കതും പ്രേയറിൻ്റെ ഒരു മറ്റൊരു സ്ട്രക്ചറായിട്ട് കാണാവുന്നതാണ്. അത് 7-ാം അധ്യായം 7-ന്റെ. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ ഭാഗങ്ങളെ നമ്മൾ കുറച്ചും കൂടെ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമായിരിക്കും 7-ാം അധ്യായം. എന്നാൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6-ൽ കാണുന്നതിൻ്റെ അത്രയും ക്ലാരിറ്റിയോടെ അല്ല, പല ആശയങ്ങളും മിക്സ് ചെയ്ത് നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതിൻ്റെ മറ്റൊരു ഫോമിൽ നമുക്ക് കാണാവുന്ന മാത്രമേ ഉള്ളൂ 7-ാം അധ്യായം. അത്ര സ്ട്രക്ചേർഡായ ഒരു ഫോമല്ല. ലോ ആൻഡ് പ്രോഫിറ്റ്സ് എന്നുള്ളത് നമ്മൾ നീക്കുവാനല്ല നിവർത്തിപ്പാൻ വന്നു എന്നുള്ള 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കണ്ട അതേ ആശയം 7-ന്റെ 12 നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ഇവിടെ കാണുന്ന മറ്റൊന്നാണ് 4 വാർണിങ്സ്. അല്ലെങ്കിൽ നമുക്ക് ചില ഇൻസ്ട്രക്ഷൻ തരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ജഡ്ജ് ചെയ്യരുതെന്ന് പറഞ്ഞ് 7-ന്റെ ആദ്യത്തെ തുടക്കത്തിൽ കാണും. വീണ്ടും ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നിട്ട് നമ്മൾ 12 മറ്റൊരാശയം പറഞ്ഞിട്ട് വീണ്ടും 13 മുതൽ 27 വരെ ഉള്ള ഭാഗങ്ങൾ 4 വാർണിങ്സ്. ഇത് നിങ്ങൾ എപ്പോഴും വായിച്ചു കേൾക്കുന്ന നിങ്ങളുടെ വലിയ നമ്മുടെയൊക്കെ ചിന്തകൾ വലിയ വഴിയിലേക്ക് കർത്താവ് പറയുകയാണ്, ചെറിയ പാതകൾ തിരഞ്ഞെടുക്കും. അത് ജീവിതത്തിലേക്കുള്ള വഴി അതാണ്, അത് നാരോവാണ്, ഇടുങ്ങിയതാണ് എന്നുള്ളത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ ഫോൾസായിട്ടുള്ള തെറ്റായിട്ടുള്ള മുഖംമൂടി ധരിച്ച പ്രോഫറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്ന മറ്റൊരു വാണിംഗ് കർത്താവ്, അത് നമ്മൾ തന്നെ ആവാം. അപ്പോൾ അതൊരു വാണിംഗ് ആയിട്ടാണ് തരുന്നത്. കാരണം അവരെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അവരുടെ ഫലം കൊണ്ട് തന്നെ അവരെ അറിയാം എന്നുള്ളത് ഒരു വാണിംഗ് ആയിട്ട് വീണ്ടും പറയുന്നുണ്ട്. വീണ്ടും 3-മതായിട്ട് പറയുന്നു, ഒരേ സമയത്ത് അകത്തിരിക്കെ തന്നെ
ഇൻസൈഡർ ആകുമ്പോൾ തന്നെ ഔട്ട്സൈഡർ ആയി പോകുന്നതിലുണ്ട്. അത് പറയാണ്, നിങ്ങൾ ഒരിക്കലും എനിക്ക് അറിയുകയില്ല എന്നുള്ള ഭാഗം 7:21 മുതൽ 23 കാണാം. 7:24 മുതൽ 27 വരെ പറയുകയാണ്. നമ്മളും കേട്ടനുസരിക്കുന്നവർ പുറത്ത് വീട് പണിഞ്ഞു വെപ്പോ എന്ന് പറയുന്ന ഹൗസ് ബിൽഡേഴ്സിൻ്റെ കൺസെപ്റ്റും പറയുന്നത്. ഈ 4 സീനുകളാണ് നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 27 വരെയുള്ള ഭാഗം. അവസാനം ഈ 7-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്ന ആ ഭാഗം വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. Now when Jesus had finished saying these things, the crowds were astounded at his teaching, for he taught them as one having authority and not as their scribes. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ തുടക്കത്തിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത് അവനൊരു ചെറിയ കമ്മ്യൂണിറ്റിയോട് പറയാൻ വേണ്ടി അവൻ മലമുകളിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ അവൻ്റെ ഖ്യാതി ഈ കമ്മ്യൂണിറ്റിയോട് കൂടി ഒന്നെങ്കിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് സെയിം ടൈമിൽ തന്നെ. അപ്പം അവരെ അതിശയിക്കാൻ തുടങ്ങി അവൻ്റെ സംസാരം. കാരണം പിന്നെ അവിടെ ഉണ്ടായിരുന്നവരെ പോലെയല്ല അവൻ സംസാരിച്ചത്, അവിടെ ഇടയിൽ ഉണ്ടായിരുന്നവരെ പോലെയല്ല അവൻ കുറച്ചും കൂടെ ആധികാരികമായിട്ട് അതോറിറ്റി ആയിട്ടാണ് സംസാരിച്ചത്. അപ്പം നമുക്ക് ആ ഒരു ഇമാജിനറി കൺസെപ്റ്റ് നമുക്കുണ്ടാവണം. വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയോട് ഒരു ചെറിയ സ്ഥലത്ത് പറയാൻ ശ്രമിച്ച കർത്താവിൻ്റെ ഖ്യാതി അവൻ ആഗ്രഹിക്കുന്നില്ല അത്രയും വലിയ കാര്യമായിട്ട് പറഞ്ഞു തീർക്കുന്നു. പക്ഷേ അവൻ അറിയാതെ തന്നെ അവൻ്റെ ചുറ്റുമുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും വലിയൊരു ക്രൗഡായിട്ട് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറി അത് വലിയൊരു ഭാഗത്തേക്ക് അറിയപ്പെടുന്നു. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾ വീക്ഷണ സുവിശേഷണങ്ങളിൽ കാണുന്ന ഭാഗങ്ങൾ വായിച്ചെങ്കിൽ പോലും ഇതിന് ഗിരിപ്രഭാഷണം എന്നുള്ള ഒറ്റ ഭാഗത്തിൽ നമ്മൾ ഇന്നത്തെ ഭാഗം നിർത്തുകയാണ്. ഗാലിലി എന്ന പ്രദേശത്തിൽ മലമുകളിൽ എന്ന മല എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മല അല്ല എങ്കിൽ പോലും അതൊരു ഹില്ലി ഏരിയ ആയിട്ടുള്ള ഗലീലിയൻ പ്രദേശമായിരിക്കും. അവിടെ സുവിശേഷം നടത്തുന്ന കർത്താവ് വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയോട്, പക്ഷേ അതിൻ്റെ ഖ്യാതി ഒരു വലിയ സമൂഹത്തിലേക്ക് എത്തി. അതാണ് വീക്ഷണ സുവിശേഷങ്ങൾ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നത്. നമുക്ക് അവസാനിപ്പിക്കാവുന്ന കാര്യം. അനുഗ്രഹിക്കപ്പെട്ട ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മോടൊപ്പം ആയിരിക്കുവാനും അതുപോലെ തന്നെ ബൈബിൾ സ്റ്റഡിക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ബിജീഷ് മാത്യു അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും MMVSന്റെ പേരിലും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെയും പേരിൽ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു അച്ഛ.